എല്ലാവർക്കും മൈനസ് ബ്ലോഗിന്റെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. ഞാൻ ശിശിര. ഇന്ന് നമ്മൾ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത് +1 ക്ലാസ്സിലെ ഇംഗ്ലീഷ് ചാപ്റ്റർ ആണ്. ചാപ്റ്റർ 1 ഹിസ് ഫസ്റ്റ് ഫ്ലൈറ്റ്. ഇതൊരു സ്റ്റോറിയാണ്. അപ്പൊ ഈ ഒരു സ്റ്റോറിയിലേക്ക് പോകുന്നതിന് മുന്നേ എല്ലാ +1 വിദ്യാർത്ഥികൾക്കും നമ്മുടെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. ഹിസ് ഫസ്റ്റ് ഫ്ലൈറ്റ് എന്ന നമ്മുടെ ഈ ഒരു ചാപ്റ്റർ എഴുതിയിരിക്കുന്നത് ലിയാമോ ഫ്ലഹേർട്ടിയാണ്. അപ്പം നമുക്ക് ഈ ഒരു ഓഥറുടെ പ്രൊഫൈൽ ഒന്ന് നോക്കിയിട്ട് വരാം. ലിയാമോ ഫ്ലഹേർട്ടി വാസ് ആൻ ഐറിഷ് നോവലിസ്റ്റ് ആൻഡ് എ ഷോർട്ട് സ്റ്റോറി റൈറ്റർ. ഹിസ് വർക്ക്സ് ആർ നോട്ടഡ് ഫോർ their psychological insight into life's problems and the ways of overcoming them. His first flight relates the importance of independence and self-confidence, as well as the need to remain involved in family life. Through the story of the birds, the writer conveys the importance of self-esteem and self-reliance. അപ്പോൾ എന്താണ് ഇവിടെ പറയുന്നത്? ലിയാമോ ഫ്ലഹേർട്ടി എന്ന് പറയുന്നത് ഒരു ഐറിഷ് നോവലിസ്റ്റാണ്, അതുപോലെ തന്നെ ഒരു ഷോർട്ട് സ്റ്റോറി റൈറ്ററും കൂടിയാണ്. അദ്ദേഹത്തിൻ്റെ വർക്ക്സൊക്കെ മിക്കതും സൈക്കോളജിക്കൽ പരമായിട്ട്, അതായത് നമ്മുടെ ലൈഫിലുള്ള പ്രോബ്ലംസ്, ആ ഒരു പ്രോബ്ലംസിനെ എങ്ങനെ ഓവർകം ചെയ്യാം, അങ്ങനെയുള്ള കാര്യങ്ങളാണ് അദ്ദേഹം മെയിനായിട്ട് അദ്ദേഹത്തിൻ്റെ വർക്ക്സിലൂടെ ഫോക്കസ് ചെയ്യുന്നത്. ഹിസ് ഫസ്റ്റ് ഫ്ലൈറ്റ് എന്ന അദ്ദേഹത്തിൻ്റെ ഈ ഒരു വർക്കിൽ നമ്മുടെ ജീവിതത്തിൽ ലൈഫിൽ സെൽഫ് കോൺഫിഡൻസിൻ്റെയും അതുപോലെ തന്നെ ഇൻഡിപെൻഡൻസിൻ്റെയും ആ ഒരു ഇമ്പോർട്ടൻസ് ആണ് കാണിക്കുന്നത്. അതിൻ്റെ പ്രാധാന്യമാണ് അവിടെ ഈ ഒരു ചാപ്റ്ററിലൂടെ നമുക്ക് കാണാൻ കഴിയുന്നത്. ത്രൂ ദ സ്റ്റോറി ഓഫ് ദ ബേർഡ്സ് ദ റൈറ്റർ കൺവേസ് ദ ഇമ്പോർട്ടൻസ് ഓഫ് സെൽഫ് എസ്റ്റീം ആൻഡ് സെൽഫ് റിലയൻസ്. അതായത് ആത്മാഭിമാനത്തിനെ കുറിച്ചിട്ടും അതുപോലെ തന്നെ സ്വാശ്രയത്വം, നമുക്ക് നമ്മളിലുള്ള ആ ഒരു വിശ്വാസത്തെക്കുറിച്ചിട്ടുമാണ് ഈ ഒരു സ്റ്റോറിയിൽ മുഴുവനായിട്ടും പറയുന്നത്. അപ്പം നമുക്ക് ആ ഒരു ചാപ്റ്റർ നോക്കാം. The young seagull was alone on his ledge. His two brothers and his sister had already flown away the day before. He had been afraid to fly with them. Somehow, when he had taken a little run forward to the brink of the ledge and attempted to flap his wings, he became afraid. The great expanse of sea stretched down beneath, and it was such a long way down, miles down. He felt certain that his wings would never support him, so he bent his head and ran away back to the little hole under the ledge where he slept at night. The young seagull was alone on his ledge. എന്താണ് സീഗിൾ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ കടൽക്കാക്കയാണ് സീഗിൾ എന്ന് പറയുന്നത്. ലെഡ്ജ് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ നമ്മുടെ ഈ കടലിൻ്റെ ആ ഒരു ഭിത്തി, കടൽ തിട്ട, അതിനെയാണ് ലെഡ്ജ് എന്ന് പറയുന്നത്. അപ്പോൾ ഈ ഒരു യങ് സീഗിൾ അവിടെ ആ ഒരു കടൽ തിട്ടയിൽ ഒറ്റയ്ക്കാണ് ഇരിക്കുന്നത്. ഹിസ് ടു ബ്രദേഴ്സ് ആൻഡ് ഹിസ് സിസ്റ്റർ ഹാഡ് ഓൾറെഡി ഫ്ലോൺ അവേ ദ ഡേ ബിഫോർ. അവൻ്റെ 2 ബ്രദേഴ്സും അതുപോലെ തന്നെ ഒരു സിസ്റ്ററും ഉണ്ട്. അവർ രണ്ടുപേരും ഓൾറെഡി കഴിഞ്ഞ ദിവസം, തലേ ദിവസം രാത്രി തന്നെ അവിടെ നിന്ന് പാറിപ്പോയിട്ടുണ്ട്. ഹീ ഹാഡ് ബീൻ അഫ്രൈഡ് ടു ഫ്ലൈ വിത്ത് ദം. അവന് അവരുടെ കൂടെ പറന്നു പോകാൻ വേണ്ടിയിട്ട് പേടിയായിരുന്നു. പറക്കാൻ പേടിയായതുകൊണ്ട് അവൻ പോയില്ല. അവൻ്റെ സിസ്റ്ററും അതുപോലെ തന്നെ 2 ബ്രദേഴ്സൊക്കെ തലേ ദിവസം തന്നെ ആ ഒരു സ്ഥലത്ത് നിന്ന് പറന്നു പോയിട്ടുണ്ട്. അവനും അവരുടെ കൂടെ പറക്കാൻ വേണ്ടിയിട്ടൊക്കെ ശ്രമിച്ചിരുന്നു, പക്ഷെ അവനെ കൊണ്ട് അത് സാധിച്ചില്ല. അവന് പേടി കാരണം അവൻ പോവാൻ തയ്യാറായില്ല. ദ ഗ്രേറ്റ് എക്സ്പാൻസ് ഓഫ് സീ സ്ട്രെച്ച്ഡ് ഡൗൺ ബിനീത്ത്. താഴെ കടൽ അങ്ങനെ വിശാലമായിട്ട് കിടക്കുകയാണ്. ആൻഡ് ഇറ്റ് വാസ് സച്ച് എ ലോങ് വേ ഡൗൺ, മൈൽസ് ഡൗൺ. കുറച്ച് ദൂരമൊന്നുമല്ല കടൽ കിടക്കുന്നത്, അങ്ങനെ വിശാലമായിട്ട് മൈലുകളോളം കടലിങ്ങനെ നീണ്ടു നിന്ന് കിടക്കുകയാണ്. അപ്പോൾ അതൊക്കെ കണ്ടിട്ട് അവന് പറക്കാൻ വളരെ പേടിയായി. അതുകൊണ്ട് തന്നെ അവൻ പറക്കാൻ വേണ്ടിയിട്ട് ശ്രമിച്ചു, പക്ഷേ പേടി കാരണം അവന് പിന്നോട്ട് തന്നെ നിന്നു. അതവിടെ അവൻ്റെ സഹോദരങ്ങളൊക്കെ അവിടെ നിന്ന് പറന്നുപോയി. അവൻ മാത്രം ആ ഒരു കടൽ ഭിത്തിയിൽ ഒറ്റയ്ക്കിരിക്കുകയാണ്. ഹി ഫെൽറ്റ് സർട്ടൈൻ ദാറ്റ് ഹിസ് വിങ്സ് വുഡ് നെവർ സപ്പോർട്ട് ഹിം. എന്തായിരുന്നു അവന് പറക്കാൻ കഴിയാത്തതിൻ്റെ കാരണം? ഒന്ന് അവൻ്റെ ഭയമായിരുന്നു, പിന്നെ അവൻ്റെ വിങ്സ് ഒന്നും അങ്ങനെ അവനെ സപ്പോർട്ട് ചെയ്യുന്നുണ്ടായിരുന്നില്ല. അതായത് അങ്ങനെ പറന്ന് ശീലമില്ലാത്തതുകൊണ്ട് തന്നെ അവൻ്റെ വിങ്സ് അവനെ സപ്പോർട്ട് ചെയ്യുന്നുണ്ടായിരുന്നില്ല. അവൻ ഇതുവരെ പറന്ന് നോക്കാത്തത് കൊണ്ട് തന്നെ അവൻ്റെ ആ ഒരു പേടി അവനെ വല്ലാതെ ഇങ്ങനെ അലട്ടിക്കൊണ്ടിരിക്കുകയായിരുന്നു. സോ ഹി ബെൻ ഹിസ് ഹെഡ് ആൻഡ് റാൻ അവേ ബാക്ക് ടു ദ ലിറ്റിൽ ഹോൾ അണ്ടർ ദ ലെഡ്ജ് വേർ ഹി സ്ലെപ്റ്റ്. അവന് അവൻ്റെ തലയൊക്കെ കുനിച്ച്, എന്നിട്ട് അത് അവർ തലേ ദിവസം താമസിച്ചിരുന്ന അതേ ഒരു സ്ഥലത്തേക്ക് പോയി. അവനെ കൊണ്ട് പറക്കാൻ കഴിയില്ല എന്ന് ഓർത്തിട്ട് അവനിങ്ങനെ തല കുനിച്ചിങ്ങനെ നിൽക്കുമായിരുന്നു. പിന്നെ അവൻ അവിടെ കുറേ നേരം നിന്നിട്ട് പിന്നെ അവർ താമസിച്ചിരുന്ന ആ ഒരു സ്ഥലത്തേക്ക് തന്നെ തിരിച്ചുപോയി. ഈവൻ വെൻ
Each of his brothers and his little sister, whose wings were far shorter than his own, ran to the brink, flapped their wings, and flew away. He failed to muster up courage to take that plunge which appeared to him so desperate. His father and mother had come around, calling to him shrilly, scolding him, threatening to let him starve on his ledge unless he flew away. But for the life of him, he could not move. എന്താണ് നമ്മുടെ രണ്ടാമത്തെ പാരാഗ്രാഫിൽ പറയുന്നത്? ഈവൻ വെൻ ഈച്ച് ഓഫ് ഹിസ് ബ്രദേഴ്സ് ആൻഡ് ഹിസ് ലിറ്റിൽ സിസ്റ്റർ, അവൻ്റെ സഹോദരങ്ങളുടെയും അതുപോലെ തന്നെ അവൻ്റെ ലിറ്റിൽ സിസ്റ്ററിൻ്റെയും അവരുടെയൊക്കെ ചിറകുകൾ ഇവൻ്റെ ചിറകുകളേക്കാൾ ചെറുതായിരുന്നു. എന്നിട്ട് പോലും അവർ റാൻ ടു ദ ബ്രിക്ക്. ബ്രിക്ക് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ എന്താണ്? അരിക്, വക്ക് അങ്ങനെയൊക്കെ പറയും. ആൻഡ് ഫ്ലാപ്പഡ് ദ വിങ്സ്, ചിറകുകളടിച്ച് അവർ അവിടെ നിന്ന് പറന്നുപോയി. എന്താണ്? ആ ഒരു കടൽത്തിട്ടയിൽ നിന്ന് അവിടെ നിന്ന് ചാടി അവരൊക്കെ പറക്കാൻ ശ്രമിച്ചു. അവനെക്കൊണ്ട് അവിടെ നിന്ന് ചാടാൻ തന്നെ സാധിച്ചില്ല. അവൻ്റെ ധൈര്യം അവനെ സമ്മതിച്ചില്ല. അവന് അത്ര ധൈര്യം ഉണ്ടായിരുന്നില്ല. അതുകൊണ്ട് തന്നെ അവൻ പറക്കാൻ വേണ്ടിയിട്ട് ശ്രമിച്ചതുമില്ല. ഹിസ് ഫാദർ ആൻഡ് മദർ ഹാഡ് കം അറൗണ്ട് കോളിംഗ് ടു ഹിം ഷ്രില്ലി, സ്കോൾഡിങ് ഹിം ആൻഡ് ത്രെറ്റനിങ് ടു ലെറ്റ് ഹിം സ്റ്റാവ് ഓൺ ഹിസ് ലെഡ്ജ്. ഇവിടെ ഷ്രില്ലി എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ എന്താണ്? പരുക്കമായിട്ട്. അത് സ്കോൾഡിങ് ഹിം എന്ന് പറഞ്ഞാൽ ശകാരിക്കുക, അവനെ ശകാരിച്ചു. അതുപോലെ തന്നെ സ്റ്റാർവ് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ പട്ടിണി. അപ്പോൾ എന്താണ് ഇവിടെ പറയുന്നത്? അവൻ്റെ ഫാദറും മദറും അവനെ ഒരുപാട് പരുക്കമായിട്ട് തന്നെ ശകാരിച്ചു. അതായത് അവനോട് കുറച്ച് ഗൗരവത്തോടു കൂടിയിട്ട് തന്നെ കാര്യങ്ങൾ പറഞ്ഞ് മനസ്സിലാക്കാൻ ശ്രമിച്ചു. അതൊന്നും കേൾക്കാനായിട്ട് അവനെ പറഞ്ഞ് ഭീഷണിപ്പെടുത്തുകയും ചെയ്തു. നീ ഇവിടുന്ന് പറന്നു പോയിട്ടില്ലെങ്കിൽ നിനക്കിവിടെ നിന്ന് ഫുഡൊന്നും കിട്ടില്ല, നീ ഇവിടെ പട്ടിണി കിടക്കേണ്ടി വരും. പക്ഷെ അവനെ സംബന്ധിച്ചിടത്തോളം അവൻ്റെ പേടി കാരണം അവന് മൂവ് ചെയ്യാൻ സാധിക്കുന്നുണ്ടായിരുന്നില്ല. അതുകൊണ്ട് തന്നെ അവർ പറയുന്ന ആ ഒരു കാര്യങ്ങളൊന്നും തന്നെ അവൻ്റെ തലയിൽ കയറുന്നുണ്ടായിരുന്നില്ല. അപ്പോൾ ഇനി നമുക്ക് മൂന്നാമത്തെ പാരഗ്രാഫ് നോക്കാം. ദാറ്റ് വാസ് 24 hours ago. Since then nobody had come near him. The day before, all day long, he had watched his parents flying about with his brothers and sister, perfecting them in the art of flight, teaching them how to skim the waves and how to dive for fish. He had, in fact, seen his older brother catch his first herring and devour it, standing on a rock while his parents circled around, raising a proud cackle. And all the morning the whole family had walked about on the big plateau midway down the opposite cliff, laughing at his cowardice. ഈ ഒരു പാരഗ്രാഫിൽ എന്താണ് പറയുന്നത്? ഈ ഒരു സംഭവം നടന്നിട്ട് ഏകദേശം 24 മണിക്കൂറായി. സിൻസ് ദെൻ നോബഡി ഹാഡ് കം നിയർ ഹിം. അവർ പോയതിന് ശേഷം ഈ ഒരു സമയം വരെ അവൻ്റെ അടുത്തേക്ക് ആരും വന്നിട്ടില്ല. ദ ഡേ ബിഫോർ, ഓൾ ഡേ ലോങ്, ഹി ഹാഡ് വാച്ച്ഡ് ഹിസ് പാരൻസ് ഫ്ലൈയിങ് എബൌട്ട് വിത്ത് ഹിസ് ബ്രദേഴ്സ് ആൻഡ് സിസ്റ്റർ. കഴിഞ്ഞ ദിവസം ആ ഒരു ഫുൾ ഡേ വരെ അവൻ്റെ പാരൻസിനെ വാച്ച് ചെയ്തുകൊണ്ടിരിക്കുകയായിരുന്നു. പെർഫെക്റ്റിംഗ് ദം ഇൻ ദി ആർട്ട് ഓഫ് ഫ്ലൈറ്റ്. പാരൻസ് എന്താ ചെയ്യുന്നത്? പറക്കുന്നതിൻ്റെ എല്ലാ കാര്യങ്ങളും സഹോദരങ്ങൾക്ക് പറഞ്ഞു കൊടുക്കുകയാണ്. ടീച്ചിങ് ദം ഹൗ ടു സ്കിം ദ വേവ്സ് ആൻഡ് ഹൗ ടു ഡൈവ് ഫോർ ഫിഷ്. അതായത് പറന്ന് വന്ന് ഫിഷിനൊക്കെ എങ്ങനെയാണ് മുകളിലേക്ക് പൊക്കിയെടുക്കുക എന്നുള്ള കാര്യങ്ങളൊക്കെ പാരൻസ് അവൻ്റെ ബ്രദറിനും അതുപോലെ തന്നെ സിസ്റ്ററിനൊക്കെ പറഞ്ഞു കൊടുക്കുകയായിരുന്നു. അപ്പോൾ അവൻ്റെ ഫാമിലിയൊക്കെ എങ്ങോട്ടാണ് പോയത്? ഒരു ബിഗ് പ്ലാറ്റ്യൂ ഉണ്ട്. പ്ലാറ്റ്യൂ മീൻസ് പീഠഭൂമി. അപ്പോൾ അവിടെ ഒരു പീഠഭൂമിയുണ്ട്. അവിടേക്കാണ് അവൻ്റെ പാരൻസൊക്കെ പോയിട്ടുള്ളത്. ഇവൻ നിൽക്കുന്നതിൻ്റെ ഓപ്പോസിറ്റായിട്ട് ഒരു ക്ലിഫ് ഉണ്ട്. ക്ലിഫ് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഒരു മലഞ്ചെരിവ്. അപ്പോൾ അവിടെ പോയിട്ട് അവൻ്റെ പാരൻസും റിലേറ്റീവ്സൊക്കെ, അതായത് അവൻ്റെ ബ്രദറും സിസ്റ്ററും ഒക്കെ, അവരൊക്കെ അവിടെ പോയിട്ട് അവൻ്റെ ആ ഒരു ഭീരുത്വത്തെ പറഞ്ഞിട്ട് ഇങ്ങനെ കളിയാക്കി ചിരിക്കുകയാണ്. കവാഡൈസ് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഭീരുത്വം, ധൈര്യമില്ലായ്മ. അപ്പോൾ അതിനൊക്കെ പറഞ്ഞിട്ട് ഇങ്ങനെ അവരവിടെ പോയിട്ട് ഇങ്ങനെ ആ ഒരു ക്ലിഫിൻ്റെ മുകളിൽ, ആ ഒരു പാറയുടെ, ആ മലഞ്ചെരുവിൻ്റെ മുകളിൽ ഇരുന്നിട്ട് ഇങ്ങനെ അതിൻ്റെ ഭീരുത്വത്തെ പറ്റി പറഞ്ഞ് ഇങ്ങനെ കളിയാക്കി ചിരിക്കുന്നുണ്ട്. അപ്പോൾ ഇനി നമുക്ക് നാലാമത്തെ പാരഗ്രാഫ് നോക്കാം. The sun was now ascending the sky, blazing warmly on his ledge that faced the south. He felt the heat because he had not eaten since the previous nightfall. Then he had found a dried piece of mackerel's tail at the far end of his ledge. Now there was not a single scrap of food left. He had searched every inch, rooting among the rough, dirt-caked straw nest where he and his brothers and sister had been hatched. He even gnawed at the dried piece of eggshell. It was like eating a part of himself. അവന്
അവൻ്റെ സഹോദരന് ഓൾഡസ്റ്റ് സഹോദരന് ഒരു മീനിനെ പിടിച്ച് വിഴുങ്ങുന്നതൊക്കെ കണ്ടു. അതായത് ഹെറിങ് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ടൈപ്പ് ഓഫ് ഫിഷ്, ഡിവോർ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ വിഴുങ്ങുക. അപ്പോൾ ആദ്യമായിട്ടാണ് അവൻ്റെ സഹോദരന് ഒരു മീനിനെ പിടിച്ച് വിഴുങ്ങുന്നത്. അപ്പോൾ അത് കണ്ടപ്പോൾ അവൻ്റെ പാരൻസിനൊക്കെ വളരെ സന്തോഷമായി. അവർ അഭിമാനത്തോടെ അവൻ്റെ ചുറ്റും ഇങ്ങനെ സൗണ്ടൊക്കെ ഉണ്ടാക്കിയിട്ട് പാറി നടക്കാൻ തുടങ്ങി. ആൻഡ് all the morning the Wall family had walked about on his big plateau midway down the opposite cliff, laughing at his cowardice. അപ്പോൾ എന്താണ് ഇതിൽ പറയുന്നത്? The sun was now ascending the sky. അതായത് സൂര്യൻ ഉയർന്നു തുടങ്ങി. എന്നിട്ട് അവൻ നിൽക്കുന്ന ആ ഒരു ഭാഗത്തേക്ക് സൂര്യൻ ഉയർന്ന് ജ്വലിച്ച് നിൽക്കുകയാണ്. അവൻ്റെ സൈഡിലേക്കാണ് നന്നായിട്ട് ചൂട് കൂടുതലായിട്ട് തോന്നുന്നത്. ബ്ലേസിങ് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ കത്തുന്ന അല്ലെങ്കിൽ ജ്വലിക്കുന്ന, വാംലി എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ചൂട്. He felt the heat because he had not eaten since the previous nightfall. കഴിഞ്ഞ നൈറ്റിൽ ഒന്നും കഴിക്കാത്തതുകൊണ്ട് തന്നെ അവൻ്റെ ആ ഒരു സൈഡിലേക്ക് ചൂട് വല്ലാതെ തട്ടിയപ്പോഴേക്കും അവന് അത് കൂടുതലായിട്ട് ഫീൽ ചെയ്യാൻ തുടങ്ങി. അതായത് ഭയങ്കര ക്ഷീണം തോന്നി. Then he had found a dried piece of mackerel's tail at the far end of his ledge. മാക്രൽ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ അയലയുടെ വാലിൻ്റെ ഒരു ഭാഗം അവൻ നിൽക്കുന്ന ആ ഒരു ലെഡ്ജിൻ്റെ ആ ഒരു സൈഡിലായിട്ട് ഇങ്ങനെ കിടക്കുന്നത് അവൻ ആ ഒരു സമയത്ത് കണ്ടു. നൗ ദർ വാസ് നോട്ട് എ സിംഗിൾ സ്ക്രാപ്പ് ഓഫ് ഫുഡ് ലെഫ്റ്റ്. അതല്ലാതെ അവിടെ വേറൊരു ഫുഡിൻ്റെയും ഒരംശവും കാണുന്നുണ്ടായിരുന്നില്ല. ഹി ഹാഡ് സെർച്ച്ഡ് എവരി ഇഞ്ച്, റൂട്ടിംഗ് എമംഗ് ദ റഫ് dirt caked straw nest where he and his brothers and sister had been hatched. എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ കിളിവാതിൽ, സ്ട്രോ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ വൈക്കോലാണ് കേട്ടോ. അപ്പോൾ അവൻ്റെ ആ ഒരു കൂട് നെസ്റ്റൊക്കെ ഉണ്ടാക്കിയിട്ടുള്ള ആ ഒരു ഭാഗത്തൊക്കെ പോയപ്പോഴും അവിടെ ഒന്നും കാണുന്നുണ്ടായിരുന്നില്ല. അവനും അവൻ്റെ സഹോദരങ്ങളൊക്കെ ജനിച്ചിട്ടുള്ള, അതായത് വിരിഞ്ഞു വന്നിട്ടുള്ള ആ ഒരു കൂട് നിൽക്കുന്ന ആ ഒരു ഭാഗത്തൊക്കെ അവൻ പോയി നോക്കി. ഫുഡിൻ്റെ എന്തെങ്കിലും അംശം ഉണ്ടോ എന്നൊക്കെ അറിയാൻ വേണ്ടിയിട്ട് പോയി നോക്കി. അവിടെയും പ്രത്യേകിച്ച് ഒന്നും ഉണ്ടായിരുന്നില്ല. ഹി ഈവൻ നോഡ് അറ്റ് ദ ഡ്രൈഡ് പീസ് ഓഫ് എഗ്ഷെൽ. നോഡ് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ കാർന്ന് തിന്നുക. അവൻ പിന്നീട് എഗ്ഷെല്ലിൻ്റെ ആ ഒരു മുട്ടയുടെ തൊലിയില്ലേ, അത് കാർന്ന് തിന്നാൻ വേണ്ടിയിട്ട് നോക്കി. അങ്ങനെ കാർന്ന് തിന്നാൻ വേണ്ടിയിട്ട് അവൻ തിന്നുകൊണ്ട് നിന്നപ്പോൾ അവന് ഫീൽ ചെയ്തത് എന്തായിരുന്നു? അത് അവനെ തന്നെ തിന്നുന്നതായിട്ടാണ് അവന് തോന്നിയത്. ഇറ്റ് വാസ് ലൈക്ക് ഈറ്റിംഗ് എ പാർട്ട് ഓഫ് ഹിംസെൽഫ്. അത് അവനെ തന്നെ തിന്നുന്നതായിട്ട് അവന് തോന്നി. അതായത് മുട്ടത്തൊലി ഇങ്ങനെ കടിച്ചിങ്ങനെ കൊത്തി വലിക്കാൻ തുടങ്ങിയപ്പോൾ അവനെ തന്നെ തിന്നുന്നതായിട്ട് ഫീൽ ചെയ്തു. ഹി then trotted back and forth from one end of the ledge to the other, his long grey legs stepping daintily, trying to find some means of reaching his parents without having to fly. But on each side of him the ledge ended in a sheer fall of precipice with the sea beneath, and between him and his parents there was a deep wide crack. പിന്നെ അവൻ നിൽക്കുന്ന ആ ഒരു ലെഡ്ജിൻ്റെ ഒരു സൈഡിൽ നിന്ന് മറ്റേ സൈഡിലേക്ക് അങ്ങോട്ടും ഇങ്ങോട്ടും ഇങ്ങനെ ഓടാൻ തുടങ്ങി. അതായത് അങ്ങോട്ടും ഇങ്ങോട്ടും നടക്കാൻ തുടങ്ങി. എന്തുകൊണ്ടാണ് ചെയ്യുന്നതെന്ന് അവന് തന്നെ അറിയുന്നുണ്ടായിരുന്നില്ല. അവൻ്റെ ആ ഒരു വിശപ്പ് സഹിക്കാൻ കഴിയാതെ അങ്ങോട്ടും ഇങ്ങോട്ടും ഇങ്ങനെ ഓടിക്കൊണ്ടിരിക്കുകയായിരുന്നു. പിന്നീട് അവന് ട്രൈങ് ടു ഫൈൻഡ് സം മീൻസ് ഓഫ് റീച്ചിങ് ഹിസ് പാരൻസ് വിത്തൗട്ട് ഹാവിങ് ടു ഫ്ലൈ. എങ്ങനെയെങ്കിലും പറക്കാതെ പാരൻസിൻ്റെ അടുത്ത് എത്താൻ കഴിയണമെന്ന് അവൻ ചിന്തിക്കാൻ തുടങ്ങി. ബട്ട് ഓൺ ഈച്ച് സൈഡ് ഓഫ് ഹിം, അവൻ്റെ രണ്ട് സൈഡിലായിട്ട് ദ ലെഡ്ജ് എൻഡഡ് ഇൻ എ ഷിയർ ഫാൾ ഓഫ് പ്രിസിപ്പൈസ് വിത്ത് ദ സീ ബിനീത്ത്. ചെങ്കുത്തായിട്ടാണ് കാണപ്പെടുന്നത്. ചെങ്കുത്തായിട്ട് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ അവൻ്റെ രണ്ട് സൈഡിലും ചെങ്കുത്തായിട്ടാണ് പാറ നിൽക്കുന്നത്. അതുകൊണ്ട് തന്നെ അവിടെ നിന്ന് പറക്കുക എന്ന് പറയുന്നത് റിസ്ക് ആയിട്ടുള്ള ഒരു കാര്യമാണ്. താഴെ കടലായതുകൊണ്ട് അവനെ കൊണ്ട് അത് സാധിക്കില്ല എന്ന് അവൻ നേരത്തെ തന്നെ തെളിയിച്ചതുമാണ്. ആൻഡ് ബിറ്റ്വീൻ ഹിം ആൻഡ് ഹിസ് പാരൻസ് ദർ വാസ് എ ഡീപ്പ് വൈഡ് ക്രാക്ക്. അവൻ്റെയും അവൻ്റെ പാരൻസിൻ്റെ ഇടയ്ക്കായിട്ട് ചെങ്കുത്തായിട്ടുള്ള രീതിയിലാണ് പാറ നിൽക്കുന്നത്. അതുകൊണ്ട് തന്നെ അവൻ അങ്ങോട്ട് പറന്നു പോകാൻ സാധിക്കുകയില്ല. എങ്ങനെയെങ്കിലും പറക്കാതെ പാരൻസിൻ്റെ അടുത്ത് പോയിട്ട് ഫുഡ് കഴിക്കണമെന്ന് അവന് അതിയായ ആഗ്രഹമുണ്ട്. അപ്പോൾ ഇനി അടുത്ത പാരാഗ്രാഫ് നോക്കാം. ഷുവർലി ഹീ കുഡ് റീച്ച് ദം വിതൗട്ട് ഫ്ലൈയിങ് ഇഫ് ഹീ കുഡ് ഓൺലി മൂവ് നോർത്ത്വേർഡ്സ് അലോങ് ദ ക്ലിഫ് ഫേസ്. ബട്ട് ദെൻ ഓൺ what could he walk? There was no ledge and he was not a fly. And above him he could see nothing. The precipice was sheer and the top of it was perhaps further away than the sea beneath him. അപ്പോൾ എന്താണ് അവൻ പറയുന്നത്? പറക്കാതെ അവൻ്റെ പാരൻസിൻ്റെ അടുത്ത് എത്തണമെന്നാണ് അവൻ ചിന്തിക്കുന്നത്. പക്ഷേ അവിടെ എവിടെയും അവൻ പ്രത്യേകിച്ച് വഴികളൊന്നുമില്ല. ഏതു വഴിയിലൂടെയാണ് അങ്ങോട്ട് നടന്നു പോവുക എന്നൊക്കെ അവൻ ചിന്തിക്കുന്നുണ്ട്. ദർ വാസ് നോ ലെഡ്ജ്. അവിടെ ഒരു ലെഡ്ജും ഇല്ലാത്തത് കൊണ്ട് തന്നെ ആ ഒരു കാര്യം അസാധ്യമാണ്. ആൻഡ് എബവ് ഹിം ഹീ കുഡ് സീ നത്തിങ്.
അവന് അവിടെ പ്രത്യേകിച്ചൊരു വഴികളും മാർഗങ്ങളും ഒന്നും തന്നെ കാണുന്നില്ല. The precipice was sheer and the top of it was perhaps further away than the sea beneath him. അവൻ ചിന്തിക്കുന്നത് പാരൻസ് നിൽക്കുന്ന അവിടേക്ക് അതിൻ്റെ ആ ഒരു ടോപ്പിലേക്ക് എത്തുന്നത് എന്ന് പറയുന്നത് താഴെയുള്ള ആ ഒരു സീയിലേക്ക് പോകുന്നതിനേക്കാൾ കൂടുതൽ ദൂരമായിരിക്കും. അതുകൊണ്ട് തന്നെ അങ്ങോട്ട് പോവുക എന്ന് പറയുന്നത് വളരെ റിസ്ക് പിടിച്ച കാര്യമാണ്. പ്രത്യേകിച്ച് അതിലേക്കുള്ള വഴികളൊന്നും തന്നെ നടന്നു പോകാനുള്ള വഴികളൊന്നും തന്നെ കാണുന്നുമില്ല. അതുകൊണ്ട് അങ്ങോട്ട് എത്തിച്ചേരുക എന്ന് പറയുന്നത് വളരെ റിസ്ക് ആയിട്ടുള്ള കാര്യമാണ്. പക്ഷേ എങ്ങനെയെങ്കിലും പറക്കാതെ അവൻ്റെ പാരൻസിൻ്റെ അടുത്ത് എത്തണമെന്ന് അവൻ ആദ്യമായിട്ട് ആഗ്രഹിക്കുന്നുണ്ട്. ആ ഒരു കാര്യമാണ് ഈ ഒരു പാരഗ്രാഫിൽ പറയുന്നത്. അപ്പോൾ ഇനി നമുക്ക് അടുത്ത പാരഗ്രാഫ് നോക്കാം. He stepped slowly out to the brink of the ledge and standing on one leg with the other leg hidden under his wing, he closed one eye, then the other, and pretended to be falling asleep. Still, they took no notice of him. He saw his two brothers and his sister lying on the plateau dozing, with their heads sunk into their necks. His father was preening the feathers on his white back. Only his mother was looking at him. He stepped slowly out to the brink of the ledge. അവൻ സാവധാനത്തിൽ ആ ഒരു ലെഡ്ജിൻ്റെ വക്കിൽ വന്ന് നിൽക്കാൻ തുടങ്ങി. ബ്രിങ്ക് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ വക്ക് അല്ലെങ്കിൽ അരിക്. എന്നിട്ട് സ്റ്റാൻഡിങ് ഓൺ വൺ ലെഗ് വിത്ത് ദ അതർ ലെഗ് ഹിഡൻ അണ്ടർ ഹിസ് വിങ്, ഒറ്റക്കാലിൽ നിൽക്കാൻ തുടങ്ങി. അങ്ങനെ അവൻ ഒറ്റക്കാലിൽ നിന്നുകൊണ്ട് മറ്റേ കാൽ അവൻ്റെ ചിറകിനടിയിലേക്ക് ഒളിപ്പിച്ചു. He saw his two brothers and sister lying on the plateau dozing, with their heads sunk into their neck. അതായത് രണ്ട് ബ്രദറും ആ ഒരു സിസ്റ്ററും ഒക്കെ അവിടെ ഉറങ്ങുന്നത് അവൻ ആ ഒരു സമയത്ത് കണ്ടു. എന്നിട്ട് അവൻ്റെ ഒരു കണ്ണടച്ചു. അതിനുശേഷം മറ്റേ കണ്ണും അടച്ചിട്ട് ഉറങ്ങുന്നതായിട്ട് അഭിനയിച്ചു. അവനങ്ങനെ ഉറങ്ങുന്നതായിട്ട് അഭിനയിക്കുന്നത് എന്തിനാണ്? അവൻ്റെ പാരൻസ് ആരെങ്കിലും അവനെ വാച്ച് ചെയ്യുന്നുണ്ടോ, അല്ലെങ്കിൽ അവൻ എന്താ ചെയ്യുന്നത് നമുക്ക് ചെയ്യുന്നത് എന്താണെന്ന് അറിയാൻ വേണ്ടിയിട്ട് അവർ നോക്കുന്നുണ്ടോ എന്നൊക്കെ അറിയാൻ വേണ്ടിയിട്ട് ഇവനിങ്ങനെ ഉറങ്ങുന്നതായിട്ട് ഉറക്കം അഭിനയിച്ചു. ഹിസ് ഫാദർ വാസ് പ്രീനിങ് ദ ഫെദേഴ്സ് ഓൺ ഹിസ് വൈറ്റ് ബാക്ക്. ഫാദർ തൻ്റെ ഫെദേഴ്സൊക്കെ വൃത്തിയാക്കിക്കൊണ്ടിരിക്കുകയാണ്. പ്രീനിങ് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ചിറക് വിടർത്തിക്കൊണ്ട് ചുണ്ടുകൊണ്ട് ആ ഒരു ചിറകിനെ ഇങ്ങനെ വൃത്തിയാക്കുന്നതിനെയാണ് പ്രീനിങ് എന്ന് പറയുന്നത്. ആകെ അവൻ്റെ മദർ മാത്രമേ അവനെ വാച്ച് ചെയ്തുകൊണ്ടിരിക്കുന്നുള്ളൂ. അവൻ എന്താ ചെയ്യുന്നതെന്നൊക്കെ അറിയാൻ വേണ്ടിയിട്ട് അവൻ്റെ അമ്മ മാത്രമേ ഉള്ളൂ അവനെ വാച്ച് ചെയ്തുകൊണ്ടിരിക്കുന്നത്. അപ്പം ഇനി അടുത്ത പാരഗ്രാഫ് നോക്കാം. ഷീ വാസ് സ്റ്റാൻഡിങ് ഓൺ എ ലിറ്റിൽ ഹൈ ഹം ഓൺ ദ പ്ലാറ്റ്യൂ, ഹെർ വൈറ്റ് ബ്രസ്റ്റ് ത്രസ്റ്റ് ഫോർവേഡ്. നൗ ആൻഡ് അഗെയിൻ ഷീ ടോർ അറ്റ് എ പീസ് ഓഫ് ഫിഷ് that lay at her feet and then scraped each side of her beak on the rock. The sight of the food maddened him. How he loved to tear food that way, scraping his beak now and again to wet it. He uttered a low cackle. His mother cackled too and looked at him. ഈ ഒരു പാരഗ്രാഫിൽ എന്താണ് പറയുന്നത്? ഷീ വാസ് സ്റ്റാൻഡിങ് ഓൺ എ ലിറ്റിൽ ഹൈ ഹം ഓൺ ദ പ്ലാറ്റ്യൂ. അവൻ്റെ മദർ ഒരു ചെറിയ ഹമ്പിൻ്റെ മുകളിലായിട്ടാണ് നിൽക്കുന്നത്. ആൻഡ് ഹെർ വൈറ്റ് ബ്രസ്റ്റ് ത്രസ്റ്റ് ഫോർവേഡ്. എന്നിട്ട് അവൻ്റെ അടുത്തേക്കായിട്ട് പറന്നു വരാനായിട്ട് ആ ഒരു മദർ തയ്യാറായി നിൽക്കുകയാണ്. നൗ ആൻഡ് അഗെയിൻ ഷീ ടോർ അറ്റ് ദ പീസ് ഓഫ് ഫിഷ് ദാറ്റ് ലേ അറ്റ് ഹെർ ഫീറ്റ് ആൻഡ് ദെൻ സ്ക്രാപ്ഡ് ഈച്ച് സൈഡ് ഓഫ് ഹെർ ബീക്ക് ഓൺ ദ റോക്ക്. മദറിൻ്റെ ഫീറ്റിൽ, അതായത് കാലിൽ കുറച്ച് ഫിഷിൻ്റെ ഒക്കെ പീസുകളൊക്കെ ഉണ്ട്. അത് പിച്ച് ചീന്തിങ്ങനെ വെച്ചിട്ടുണ്ട്. എന്തിനു വേണ്ടിയിട്ടാണ് അങ്ങനെ വെച്ചത്? തൻ്റെ മകന് വിശന്ന് നിൽക്കുകയാണ്. അപ്പോൾ അവൻ എന്തെങ്കിലും കഴിക്കാൻ വേണ്ടിയിട്ട് കൊണ്ടുപോകണം എന്നൊക്കെ കരുതിയിട്ട് ആ മദർ ആ ഒരു ഫിഷിൻ്റെ പീസുകളൊക്കെ ഇങ്ങനെ പിച്ച് ചീന്തി ഇങ്ങനെ കാലിലിങ്ങനെ കുടുക്കി വെച്ചിട്ടുണ്ട്. ബീക്ക് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ എന്താണ്? ചുണ്ട്. സ്ക്രാപ്ഡ് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ മൂർച്ചം കൂട്ടുക. അതായത് അപ്പോൾ അതിൻ്റെ ആ ചുണ്ടൊക്കെ ഇങ്ങനെ മൂർച്ചം കൂട്ടിയിട്ട് ആ ഒരു ഫിഷിൻ്റെ പീസുകളൊക്കെ ഒന്ന് കൊത്തി ശരിയാക്കുകയാണ്. ദ സൈറ്റ് ഓഫ് ദ ഫുഡ് മാഡൻ ഹിം. മാഡൻ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഭ്രാന്ത് പിടിക്കുക. വിശന്ന് നിൽക്കുമ്പോൾ ഫുഡും കൂടെ കണ്ടപ്പോഴേക്കും, അതായത് അവൻ്റെ മദർ അവിടെ നിന്ന് ഫുഡ് കൊണ്ടുവരാൻ വേണ്ടി നിൽക്കുന്നത് ഇവൻ ഇവിടെ നിന്ന് കാണുന്നുണ്ട്. അപ്പോൾ ആ ഒരു ഫുഡും കൂടെ കണ്ടപ്പോഴേക്കും അവൻ ആകെപ്പാടെ ഒരു ഭ്രാന്ത് പിടിച്ച അവസ്ഥയായി. ഹൗ ഹി ലവ് ടു ടിയർ ഫുഡ് ദാറ്റ് വേ, സ്ക്രാപ്പിംഗ് ഹിസ് ബീക്ക് നൗ ആൻഡ് അഗെയിൻ ടു വെറ്റ് ഇറ്റ്. ഹി അട്ടേർഡ് എ ലോ കാക്കൽ. അവൻ എങ്ങനെയെങ്കിലും ആ ഒരു ഫുഡ് കഴിക്കണമെന്ന ആ ഒരു അവസ്ഥയിലെത്തി. അവൻ്റെ ബീക്കൊക്കെ മൂർച്ചപ്പെടുത്തിക്കൊണ്ടിരിക്കുകയാണ് ഫുഡ് കഴിക്കാൻ വേണ്ടിയിട്ട്. ഹി അട്ടേർഡ് എ ലോ കാക്കിൾ. എന്നിട്ട് അവന് സൗണ്ട് ഉണ്ടാക്കാൻ തുടങ്ങി. കാക്കിൾ എന്നാൽ അവരുടെ സൗണ്ട് ഉണ്ടാക്കുക. അവന് ഫുഡ് വേണം എന്ന് പറഞ്ഞുകൊണ്ടുള്ള സൗണ്ടായിരുന്നു അത്. അത് കണ്ട് അവൻ്റെ മദറും അവിടെ നിന്ന് തിരിച്ച് സൗണ്ട് ഉണ്ടാക്കുന്നുണ്ട്. അപ്പോൾ അടുത്ത പാരഗ്രാഫ് നോക്കാം. ഗാ 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 ഹി ക്രൈഡ് ബെഗിങ് ഹർ ടു ബ്രിങ് ഹിം ഓവർ സം ഫുഡ്.
"Goal, oh ah," she screamed back mockingly. But he kept calling plaintively, and after a minute or so he uttered a joyful scream. His mother had picked up a piece of fish and was flying across to him with it. He leaned out eagerly, tapping the rock with his feet, trying to get nearer to her as she flew across. But when she was just opposite to him, abreast of the ledge, she halted, her legs hanging limp, her wings motionless, the piece of fish in her beak almost within reach of his beak. എന്താണ് ഈ ഒരു പാരഗ്രാഫിൽ പറയുന്നത്? ഗാ 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 എന്ന് പറഞ്ഞുകൊണ്ട് നമ്മുടെ ആ ഒരു സീകൾ കരയാൻ തുടങ്ങി. ബെഗിങ് ഹെർ ടു ബ്രിങ് ഹിം ഓവർ സം ഫുഡ്. കുറച്ച് ഫുഡ് കൊണ്ടുവരാൻ വേണ്ടിയിട്ട് മദറിനോട് പറഞ്ഞ് കരയാണ് ചെയ്യുന്നത്. ഗോൾ ഓ ആ ഒരു കരച്ചിലിന് പകരം മദർ ഇങ്ങനെ വിളി കേൾക്കുകയാണ്. ഷീ സ്ക്രീംഡ് ബാക്ക് മോക്കിംഗ്ലി. തിരിച്ച് കളിയാക്കുന്ന രീതിയിൽ അമ്മയെ അവിടുന്ന് തിരിച്ച് കരയുന്നുണ്ട്. ബട്ട് ഹീ കെപ്റ്റ് കോളിംഗ് പ്ലെയിൻറ്റീവ്ലി ആൻഡ് ആഫ്റ്റർ എ മിനിറ്റ് ഓ സോ ഹീ അട്ടേർഡ് എ ജോയ്ഫുൾ സ്ക്രീം. അവൻ വീണ്ടും വീണ്ടും സൗണ്ട് ഉണ്ടാക്കിക്കൊണ്ടിരുന്നു. ഹി അട്ടേർഡ് എ ജോയ്ഫുൾ സ്ക്രീം. പിന്നെ അവന് വളരെ സന്തോഷത്തോടെ സൗണ്ട് ഉണ്ടാക്കാൻ തുടങ്ങി. അങ്ങനെ സന്തോഷത്തോടെ സൗണ്ട് ഉണ്ടാക്കാനുള്ള കാരണം എന്താണ്? ഹിസ് മദർ ഹാഡ് പിക്ക്ഡ് അപ്പ് എ പീസ് ഓഫ് ഫിഷ് ആൻഡ് വാസ് ലൈങ് അക്രോസ് ടു ഹിം വിത്ത് ഇറ്റ്. മദർ അവന് വേണ്ടിയിട്ട് ഒരു ഫിഷിൻ്റെ പീസ് കൊണ്ടുവരുന്നത് അവൻ കണ്ടു. അപ്പം അത് കണ്ടപ്പോഴാണ് അവന് വളരെ സന്തോഷമായത്. പിന്നെ അവൻ കരയുന്നത് ആ ഒരു സന്തോഷത്തോടുള്ള കരച്ചിലായിരുന്നു. ഹി ലേൺ ഔട്ട് ഈഗേർലി, ടാപ്പിംഗ് ദ റോക്ക് വിത്ത് ഹിസ് ഫീറ്റ്, trying to get nearer to her as she flew across. അവന് അമ്മ വരുമ്പോഴേക്കും അമ്മയുടെ അടുത്തേക്കുള്ള ആ ഫുഡ് വാങ്ങാൻ വേണ്ടിയിട്ട് റെഡി ആയിട്ട് നിൽക്കുകയാണ്. അവൻ നിൽക്കുന്ന ആ ഒരു ലെഡ്ജിൻ്റെ വക്കിലായിട്ട് തന്നെ ഫുഡ് വരുമ്പോഴേക്കും വാങ്ങിക്കാമെന്ന് കരുതിയിട്ട് ഇങ്ങനെ റെഡി ആയിട്ട് നിൽക്കുകയാണ്. അവൻ്റെ ആ ഫീറ്റൊക്കെ റെഡി ആക്കിക്കൊണ്ടിരിക്കുകയാണ്. ബട്ട് അമ്മ എന്താ ചെയ്തത്? അമ്മ അവൻ്റെ അടുത്തേക്ക് പറന്ന് വരുന്നതിൻ്റെ കുറച്ച്, അതായത് അവൻ്റെ അടുത്ത് എത്തുന്നതിൻ്റെ കുറച്ച് മുന്നിലായിട്ട് അമ്മ പറന്ന് വരുന്നതെന്ന് സ്റ്റോപ്പ് ചെയ്തു. എന്നിട്ട് അവിടെ വന്നിട്ട് വേണമെങ്കിൽ തൻ്റെ അടുത്തേക്ക് വന്നോട്ടെ എന്ന് കരുതിയിട്ട് അമ്മ അവിടെ അനങ്ങാതെ ഇങ്ങനെ നിൽക്കുകയാണ്. കാരണം കുറച്ച് ദൂരെങ്കിലും അവന് തൻ്റെ അടുത്തേക്ക് പറന്നു വന്നോട്ടെ എന്ന് കരുതിയിട്ട് ആ അമ്മ അവൻ്റെ അടുത്ത് എത്തുന്നതിൻ്റെ കുറച്ച് പിന്നിലായിട്ട് ഇങ്ങനെ നിൽക്കുകയാണ്. അപ്പോൾ അവൻ കരുതാണ്, എന്തപ്പം ഇത്രയും അടുത്ത് വരെ വന്നിട്ട് എൻ്റെ അടുത്തേക്ക് വരാത്തത്, എനിക്ക് വിശന്ന് നിൽക്കുകയാണല്ലോ, അങ്ങനെയൊക്കെ അങ്ങനെ അവൻ കരുതുന്നുണ്ട്. പക്ഷെ അമ്മ ഒരിക്കലും അവൻ്റെ തൊട്ടടുത്തേക്ക് വരാൻ വേണ്ടിയിട്ട് തയ്യാറായില്ല. കുറച്ച് വേണമെങ്കിൽ കഷ്ടപ്പെട്ടിട്ട് കുറച്ച് വന്ന് കഴിച്ചോട്ടെ എന്നുള്ള രീതിയിൽ ഫുഡും കൊണ്ട് ഒരു ഡിസ്റ്റൻസ് കീപ്പ് ചെയ്തുകൊണ്ട് അമ്മ നിൽക്കുകയാണ്. അടുത്ത പാരഗ്രാഫ് നോക്കാം. He waited a moment in surprise, wondering why she did not come nearer, and then, maddened by hunger, he dived at the fish. With a loud scream, he fell outwards and downwards into space. His mother had swooped upwards. As he passed beneath her, he heard the swish of her wings. അപ്പോൾ എന്താണ് ഈ ഒരു പാരഗ്രാഫിൽ പറയുന്നത്? അമ്മ എന്താണ് തൻ്റെ അടുത്തേക്ക് വരാത്തത് എന്നൊക്കെ ചിന്തിച്ചുകൊണ്ടിരിക്കുകയായിരുന്നു അവന്. ആ ഒരു കാര്യം ഓർത്തിട്ട് അവൻ ആകെ അത്ഭുതപ്പെട്ട് നിൽക്കുകയാണ്. കാരണം തൻ്റെ തൊട്ടടുത്തായിട്ട് മദർ വന്ന് ഫുഡും കൊണ്ടുവന്ന് നിൽക്കുന്നുണ്ട്. എന്നിട്ടും തൻ്റെ അടുത്തേക്ക് എന്താ വരാത്തത് എന്ന കാര്യമൊക്കെ ഓർത്തിട്ട് ഇങ്ങനെ ചിന്തിച്ച് നിൽക്കുകയായിരുന്നു. അധികം നേരമൊന്നും ചിന്തിക്കാനുള്ള ശ്രമം ഉണ്ടായിരുന്നില്ല. കാരണം അത്രയും വിശപ്പ് സഹിച്ചായിരുന്നു അവനവിടെ ഇങ്ങനെ മദറിനെ വെയിറ്റ് ചെയ്തുകൊണ്ടിരുന്നത്. അപ്പോൾ അവൻ്റെ ആ ഒരു വിശപ്പിൻ്റെ ആ ഒരു ഇത് കൂടിയപ്പോഴേക്കും അവൻ ആ ഒരു ഫിഷിൻ്റെ അടുത്തേക്ക് ചാടി, അതായത് മദറിൻ്റെ അടുത്തേക്ക് ചാടി. ഹി ഡൈവ്ഡ് അറ്റ് ദ ഫിഷ്. അതായത് ഫിഷ് മദറിൻ്റെ കാലിലിങ്ങനെ ഇറുക്കി പിടിച്ച് നിൽക്കുകയാണല്ലോ, അതിൻ്റെ അടുത്തേക്കായിട്ട് അത് കിട്ടാൻ വേണ്ടിയിട്ട് മദറിൻ്റെ അടുത്തേക്ക് വേണ്ടിയിട്ട് ചാടി. അതിന് വേണ്ടിയിട്ട് തന്നെയായിരുന്നു മദർ അവനെ ആ ഒരു ഗ്യാപ്പ് ഡിസ്റ്റൻസ് കീപ്പ് ചെയ്തുകൊണ്ട് നിന്നത്. അപ്പോൾ ആ ഒരു വായുവിലേക്ക് ചാടിയപ്പോഴും ഒരു സൗണ്ട് ഉണ്ടായി. കാരണം അവന് ആ ഒരു പെട്ടെന്നുണ്ടായിട്ടുള്ള ആ ഒരു ചാട്ടത്തിൽ അവിടെ ഒരു സൗണ്ട് ഉണ്ടായി. എന്താ ഫെൽ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ എന്താണ്? വീഴുക. ആ ഒരു സമയത്ത് അവൻ്റെ ഹിസ് മദർ ഹാഡ് സൂപ്ഡ് അപ്വേർഡ്സ്. മദർ മുകളിലേക്കായിട്ട് പറന്നു. അമ്മയുടെ ഭാഗത്തേക്കായിട്ട് എത്താൻ വേണ്ടിയിട്ട് അവനും പറക്കാൻ ശ്രമിച്ചു. ആ ഒരു സമയത്ത് അമ്മ പറന്നു പോകുന്നതിൻ്റെ ആ ചിറകിൻ്റെ സൗണ്ടൊക്കെ അവൻ കേട്ടു. അപ്പോൾ ഇനി നമുക്ക് അടുത്ത പാരഗ്രാഫ് നോക്കാം. Then a monstrous terror seized him and his heart stood still. He could hear nothing, but it only lasted a moment. The next moment he felt his wings spread outwards. The wind rushed against his breast feathers, then under his stomach and against his wings. He could feel the tips of his wings cutting through the air. He was not falling headlong now. He was soaring gradually downwards and outwards. He was no longer afraid. He just felt a bit dizzy. Then he flapped his wings once and he soared upwards. അപ്പോൾ എന്താണ് നമ്മുടെ ഈ ഒരു പാരഗ്രാഫിൽ പറയുന്നത്? Then a monstrous terror seized him and his heart stood still.
പെട്ടെന്ന് തന്നെ അവൻ്റെ മനസ്സിലേക്ക് ഒരു പേടി കടന്നു വരുന്നുണ്ട്. എന്തിനെക്കുറിച്ചുള്ള പേടിയായിരുന്നു? അവൻ ആദ്യമായിട്ട് പറക്കാൻ ശ്രമിക്കുകയാണല്ലേ, അപ്പോൾ അതിനെക്കുറിച്ചുള്ള പേടിയായിരുന്നു അവൻ്റെ മനസ്സിൽ മുഴുവനും. അപ്പോൾ താൻ ഇതുവരെ പറക്കാതിരുന്നത് എന്തായിരുന്നു? അവൻ്റെ പാരൻസിൻ്റെ കൂടെയൊന്നും പോവാതിരുന്നത് എന്തായിരുന്നു? അവൻ്റെ ആ ഒരു പേടി കാരണമായിരുന്നു അവൻ്റെ പാരൻസിൻ്റെ കൂടെയൊന്നും പോവാതിരുന്നത്. ഹീ കുഡ് ഹിയർ നത്തിങ്. അവനൊന്നും തന്നെ കേൾക്കാൻ പറ്റുന്നുണ്ടായിരുന്നില്ല. അവൻ്റെ മനസ്സ് മൊത്തത്തിലും ബ്ലാങ്ക് ആയിരുന്നു, ഒന്നും തന്നെ കേൾക്കുന്നുണ്ടായിരുന്നില്ല. ബട്ട് ഇറ്റ് ഓൺലി ലാസ്റ്റഡ് എ മൊമെൻറ്റ്. പക്ഷേ അത് വളരെ കുറച്ച് സമയം മാത്രമേ നീണ്ടു നിന്നുള്ളൂ. പിന്നീട് അവന് ആ ഒരു പേടിയെ തരണം ചെയ്ത് മുന്നോട്ട് പോകാൻ വേണ്ടി തന്നെ തീരുമാനിച്ചു. അടുത്ത നിമിഷം തന്നെ ഹി ഫെൽറ്റ് ഹിസ് വിങ്സ് സ്പ്രെഡ് ഔട്ട്വേർഡ്സ്. അവൻ്റെ ചിറകുകൾ അടിക്കാൻ തുടങ്ങി. ദ വിൻഡ് റഷ്ഡ് അഗെയിൻസ്റ്റ് ഹിസ് ബ്രസ്റ്റ് ഫെദേഴ്സ്, ദെൻ അണ്ടർ ഹിസ് സ്റ്റൊമക്ക് ആൻഡ് അഗെയിൻസ്റ്റ് ഹിസ് വിങ്സ്. അവന് ആ ഒരു കാറ്റിൻ്റെ സൗണ്ടൊക്കെ പിന്നീട് കേൾക്കാൻ തുടങ്ങി. അങ്ങനെ പറഞ്ഞിട്ടുണ്ടെങ്കിൽ എന്താണ്, അവൻ പറക്കാൻ വേണ്ടിയിട്ട് ശ്രമിച്ചു. അവൻ്റെ ആ ഒരു ചിറകുകളൊക്കെ അവൻ്റെ സ്റ്റൊമക്കിൽ വന്ന് തട്ടുന്നതായിട്ട് അവൻ ഫീൽ ചെയ്തു. അപ്പോൾ എന്താണ്, അവൻ പറന്നു തുടങ്ങി. ഹീ കുഡ് ഫീൽ ദ ടിപ്സ് ഓഫ് ഹിസ് വിങ്സ് കട്ടിങ് ത്രൂ ദ എയർ. അവൻ്റെ ചിറകുകൾ ആ ഒരു എയറിനെ, ആ ഒരു കാറ്റിനെയൊക്കെ കട്ട് ചെയ്തു പോകുന്നതായിട്ട് ഫീൽ ചെയ്തു. ഹി വാസ് നോട്ട് ഫോളിങ് ഹെഡ് ലോങ് നൗ. അവൻ അവിടെ തല കീഴായി വീണിട്ടൊന്നുമില്ല. അവൻ മുന്നോട്ട് തന്നെ പറക്കാൻ വേണ്ടിയിട്ട് ശ്രമിച്ചു കൊണ്ടിരുന്നു. അവൻ മുകളിലേക്കും താഴേക്കൊക്കെ ആയിട്ട് ഇങ്ങനെ പറക്കുന്നുണ്ടായിരുന്നു. ഹി വാസ് നോ ലോങ്ങർ അഫ്രൈഡ്. ഇപ്പം അവന് പണ്ടത്തെ പോലെ പേടിയൊന്നുമില്ല. അവൻ ആ ഒരു പേടിയൊക്കെ തരണം ചെയ്ത് പറക്കാൻ വേണ്ടിയിട്ട് ശ്രമിച്ചു കൊണ്ടിരിക്കുകയാണ്. ഹി ജസ്റ്റ് ഫെൽറ്റ് എ ബിറ്റ് ഡിസി. ഡിസി എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ തല കറങ്ങുക. ഇപ്പം അവന് ചെറുതായിട്ട് ഇങ്ങനെ തല കറങ്ങി തുടങ്ങുന്നുണ്ട്. പിന്നീട് അവൻ്റെ ചിറകുകൾ അടിച്ച് മുകളിലേക്ക് പറന്നുയർന്നു. അതായത് അവൻ അതൊക്കെ തരണം ചെയ്തുകൊണ്ട് തന്നെ അവൻ്റെ ആ ഒരു മുന്നോട്ടുള്ള യാത്ര തുടർന്നു. He uttered a joyous scream and flapped them again. He soared higher. He raised his breast and banged against the wind. Ga ga ga, ga ga ga, gal ah ah. His mother swooped past him, her wings making a loud noise. He answered her with another scream. Then his father flew over him screaming. Then he saw his two brothers and his sister flying around him, soaring and diving. ഈ ഒരു പാരഗ്രാഫിൽ എന്താണ് പറയുന്നത്? അവനും അവൻ്റെ ആ ഒരു മദറും കൂടെ അവിടെ നിന്ന് വളരെ സന്തോഷത്തോടെ ഒരുപാട് സൗണ്ടുകളൊക്കെ ഉണ്ടാക്കിയിട്ട്, അതായത് ഹാപ്പി ആയിട്ട് ജോയിയസ് ആയിട്ട് അവരവിടെ നിന്ന് പറക്കുന്നുണ്ട്. അങ്ങനെ അവർ പറക്കാൻ തുടങ്ങി. അവരുടെ ആ ഒരു ചിറകിൻ്റെ സൗണ്ടൊക്കെ അവർക്ക് കേൾക്കുന്നുണ്ടായിരുന്നു. അവൻ്റെ ആ ഒരു ഫാദറിൻ്റെ അടുത്തേക്കാണ് പിന്നീട് പറന്നു ചെന്നത്. പിന്നെ അവൻ്റെ ആ ഒരു 2 ബ്രദേഴ്സിനെ അതുപോലെ തന്നെ സിസ്റ്ററിനെയൊക്കെ അവിടെ വെച്ച് കാണുന്നുണ്ട്. അങ്ങനെ അവരെല്ലാവരും കൂടെ ഒരുമിച്ച് ചുറ്റും കൂടി നിന്നിട്ട് സൗണ്ടുകളൊക്കെ ഉണ്ടാക്കി പറക്കാൻ തുടങ്ങി. Then he completely forgot that he had not always been able to fly and commenced to dive and soar, shrieking shrilly. ഇപ്പോൾ അവന് പറക്കാൻ കഴിയില്ല എന്നുള്ള കാര്യമൊക്കെ അവൻ മുഴുവനായിട്ടും മറന്നു കഴിഞ്ഞിട്ടുണ്ട്. കംപ്ലീറ്റ് ആയിട്ടും അതൊക്കെ മറന്നു കഴിഞ്ഞിട്ടുണ്ട്. ഇപ്പോൾ അവന് മുങ്ങാനും മുങ്ങിയിട്ട് പറന്നുയരാനും അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ ഇപ്പോൾ ചെയ്യാൻ കഴിയുന്നുണ്ട്. ഇനി നമ്മൾ അടുത്ത പാരഗ്രാഫാണ് നോക്കുന്നത്. ഹി വാസ് നിയർ ദ സീ നൗ, ഫ്ലൈയിങ് സ്ട്രെയിറ്റ് ഓവർ ഇറ്റ്, ഫേസിങ് ഔട്ട് ഓവർ ദ ഓഷ്യൻ. He saw a vast green sea beneath him, with little ridges moving over it. He turned his beak sideways and crowed amusedly. His parents and his brothers and sister had landed on this green floor in front of him. They were beckoning to him, calling shrilly. He dropped his legs to stand on the green sea. His legs sank into it. He screamed with fright and attempted to rise again, flapping his wings. But he was tired and weak with hunger, and he could not rise, exhausted by the strange exercise. His feet sank into the green sea, and then his belly touched it, and he sank no further. എന്താണ് ഈ ഒരു പാരഗ്രാഫിൽ പറയുന്നത്? ഇപ്പം അവന് സീൻ്റെ അടുത്തായിട്ടാണ് നിൽക്കുന്നത്. ഫ്ലൈയിങ് സ്ട്രെയിറ്റ് ഓവർ ഇറ്റ്. ഇപ്പം അവൻ നേരെ പറക്കാൻ തുടങ്ങിയിട്ടുണ്ട്. നേരത്തെയൊക്കെ മുകളിലേക്കും താഴേക്കും അങ്ങോട്ടും ഇങ്ങോട്ടൊക്കെ ആയിട്ട് ഇങ്ങനെ പറന്നുകൊണ്ടിരിക്കുകയായിരുന്നു. കാരണം അപ്പോൾ അവന് പറക്കാൻ വേണ്ടി തുടങ്ങിയിട്ടുണ്ടായിരുന്നുള്ളൂ. ഇപ്പോൾ അവന് കുറച്ചുകൂടെ പറന്നപ്പോൾ നേരെ പറക്കാൻ വേണ്ടിയിട്ട് അവന് കഴിയുന്നുണ്ട്. ഫേസിങ് ഔട്ട് ഓവർ ദി ഓഷ്യൻ. ഇപ്പോൾ അവന് സമുദ്രത്തെ ഫേസ് ചെയ്തുകൊണ്ടാണ് ആ ഒരു സൈഡിലേക്കാണ് പറക്കുന്നത്. ഹീ സോ എ വാസ്റ്റ് ഗ്രീൻ സീ ബിനീത്ത് ഹിം വിത്ത് ലിറ്റിൽ റിഡ്ജസ് മൂവിങ് ഓവർ ഇറ്റ്. ഹീ ടേൺ ഹിസ് ബീക്ക് സൈഡ്വേസ് ആൻഡ് ക്രൗഡ് അമ്യൂസ്ഡ്ലി. പിന്നീട് അവന് അവിടെ അടുത്തായിട്ടുള്ള ഒരു ഗ്രീൻ സീ കണ്ടു. അങ്ങോട്ടായിരുന്നു പിന്നീടുള്ള അവൻ്റെ ആ ഒരു മൂവിങ് എന്ന് പറയുന്നത്. അവൻ്റെ കൂടെ ആ ഒരു സ്ഥലത്തേക്ക് അവൻ്റെ പാരൻസും ബ്രദറും സിസ്റ്ററും എല്ലാവരും അങ്ങോട്ട് ഇങ്ങനെ പോയിക്കൊണ്ടിരിക്കുകയാണ്. അവിടെ എത്തിയ ആ ഒരു സമയത്ത് അവൻ്റെ പാരൻസ് അവനെ വിളിക്കുന്നുണ്ട്. ദേ വർ ബെക്കനിങ് ടു ഹിം, കോളിങ് ഷ്രില്ലി. അവരവിടെ വന്നിട്ട് അവനെ വിളിക്കുന്നുണ്ട്.
അവൻ അവൻ്റെ ആ ഒരു ലെഗ് ആ ഒരു ഗ്രീൻ സീൽ ഇങ്ങനെ മുക്കിക്കൊണ്ടിരിക്കുകയായിരുന്നു. അതായത് അവൻ അവൻ്റെ കാലിങ്ങനെ ആ വെള്ളത്തിൽ ഇങ്ങനെ തട്ടിച്ച് ഇങ്ങനെ മുക്കാനായിട്ട് ശ്രമിച്ചുകൊണ്ടിരിക്കുകയായിരുന്നു. ഹീ സ്ക്രീമഡ് വിത്ത് ഫ്രൈറ്റ് ആൻഡ് അറ്റംപ്റ്റഡ് ടു റൈസ് അഗെയിൻ ഫ്ലാപ്പിംഗ് ഹിസ് വിങ്സ്. പെട്ടെന്ന് അവൻ്റെ മനസ്സിലേക്ക് ഒരു പേടി കടന്നു വന്നപ്പോൾ അവൻ അവിടെ നിന്ന് ആ ഒരു വെള്ളത്തിൽ നിന്ന് അവൻ്റെ കാല് ഉയർത്തിയിട്ട് പറക്കാൻ വേണ്ടിയിട്ട് ശ്രമിച്ചു. But he was tired and weak with hunger and he could not rise, exhausted by the strange exercise. അവന് വിശപ്പ് കാരണം വളരെ ടയേർഡും വീക്കും ആയിരുന്നു. കാരണം കഴിഞ്ഞ ദിവസം അവനൊന്നും കഴിച്ചിട്ടുണ്ടായിരുന്നില്ല. അപ്പോൾ അത് കാരണം അവന് വളരെ ടയേർഡായിരുന്നു, അതുപോലെ വീക്കും ആയിരുന്നു. അതുകൊണ്ട് തന്നെ അവൻ പറക്കാൻ വേണ്ടി ശ്രമിച്ച ആ ഒരു സമയത്ത് അവൻ അവിടെ നിന്ന് പറക്കാനായിട്ട് കഴിഞ്ഞില്ല. അവനെ സംബന്ധിച്ചിടത്തോളം അതൊരു സ്ട്രേഞ്ച് എക്സസൈസ് ആയിരുന്നു. എന്തായിരുന്നു അതിനുള്ള കാരണം? അവൻ ഇതിനു മുൻപൊന്നും തന്നെ ഇതുപോലൊന്നും പറന്ന് നോക്കിയിട്ടുണ്ടായിരുന്നില്ല. അപ്പോൾ ആദ്യമായിട്ട് ചെയ്തപ്പോൾ അവന് വല്ലാത്തൊരു ക്ഷീണം ഫീൽ ചെയ്തു. ഹിസ് ഫീറ്റ് സാങ്ക് ഇൻ ടു ദ ഗ്രീൻ സീ ആൻഡ് ദെൻ ഹിസ് ബെല്ലി ടച്ച്ഡ് ഇറ്റ് ആൻഡ് ഹീ സാങ് നോ ഫർദർ. ആദ്യം അവൻ്റെ ആ ഒരു കാല് ആ ഒരു ഗ്രീൻ സീൽ മുങ്ങാൻ തുടങ്ങി, പിന്നീട് അവൻ്റെ ബെല്ലി മുങ്ങി. അങ്ങനെ അവൻ മുഴുവനായിട്ടും ആ ഒരു ഗ്രീൻ സീൽ ഒഴുകാൻ വേണ്ടിയിട്ട് തുടങ്ങി. ഹി വാസ് ഫ്ലോട്ടിംഗ് ഓൺ ഇറ്റ് and around him his family was screaming, praising him, and their beaks were offering him scraps for dogfish. He had made his first flight. എന്താണ് ഈ ഒരു പാരാഗ്രാഫിൽ പറയുന്നത്? ഹി വാസ് ഫ്ലോട്ടിംഗ് ഓൺ ഇറ്റ്. അവൻ മുഴുവനായിട്ടും ഒഴുകാൻ വേണ്ടിയിട്ട് തുടങ്ങി. അവൻ്റെ ചുറ്റും അവൻ്റെ ഫാമിലിയും ഉണ്ടായിരുന്നു. അവനങ്ങനെ പ്രൈസ് ചെയ്തുകൊണ്ടിരിക്കുന്നുണ്ടായിരുന്നു. പ്രൈസ് ചെയ്യുക എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ എന്താണ്? പ്രശംസിക്കുക അല്ലെങ്കിൽ സപ്പോർട്ട് ചെയ്യുക. അവന് ഡോഗ് ഫിഷിൻ്റെ ഒരു പീസൊക്കെ കൊടുക്കുക എന്ന് പറഞ്ഞ് അവർ ഓഫർ കൊടുക്കുന്നുണ്ടായിരുന്നു. കാരണം അവൻ ആ ഒരു വെള്ളത്തിൽ ഇങ്ങനെ പറക്കാൻ കഴിയാതെ ഇങ്ങനെ നിൽക്കുകയാണല്ലേ. അപ്പോൾ നന്നായിട്ട് പറക്കുകയാണെങ്കിൽ ഒരു ഡോഗ് ഫിഷിൻ്റെ ആ ഒരു പീസൊക്കെ കൊടുക്കുക എന്നൊക്കെ പറഞ്ഞ് ഫാമിലി അവനങ്ങനെ സപ്പോർട്ട് ചെയ്തുകൊണ്ടിരിക്കുകയായിരുന്നു. അവന് പറക്കാൻ വേണ്ടിയിട്ട് ഇങ്ങനെ അവനെ സപ്പോർട്ട് ചെയ്യുന്നുണ്ടായിരുന്നു. അങ്ങനെ അവൻ്റെ ഫസ്റ്റ് ഫ്ലൈറ്റ് നടത്തി. ഹി ഹാഡ് മെയ്ഡ് ഹിസ് ഫസ്റ്റ് ഫ്ലൈറ്റ്. അപ്പോൾ എന്താണ് നമ്മുടെ ഈ ഒരു ചാപ്റ്ററിൽ പറയുന്നത്? പേടിയും ഭയവും കാരണം നമ്മളെ പല സ്വപ്നങ്ങളും വേണ്ട എന്ന് വെക്കുന്നുണ്ട്. താൽക്കാലികമായാലും നമ്മൾ പല സ്വപ്നങ്ങളും നിർത്തി വെക്കുന്നുമുണ്ട്. അത്തരത്തിലുള്ള ആ ഒരു പേടിയും ഭയമൊക്കെ നമ്മൾ ഒഴിവാക്കി കഴിഞ്ഞാൽ നമുക്ക് നമ്മുടെ ജീവിതത്തിലുള്ള എല്ലാ പ്രതിസന്ധികളെയും തരണം ചെയ്ത് തന്നെ നമുക്ക് മുന്നോട്ട് പോവാം. ഇവിടെ ഈ ഒരു സീകളും ചെയ്തത് എന്താണ്? അവന് പേടിയാണ്, പറക്കാൻ പേടിയാണ് എന്ന് പറഞ്ഞിട്ട് പാരൻസിൻ്റെ കൂടെ പോകുന്നുണ്ടായിരുന്നില്ല. പിന്നീട് അവസാനം അവൻ്റെ ആ ഒരു വിശപ്പ് സഹിക്കാൻ കഴിയാതെ ആയപ്പോഴാണ് അവന് ആദ്യമായിട്ട് പറക്കാൻ വേണ്ടിയിട്ട് ശ്രമിക്കുന്നത്, ആ ഒരു അറ്റംപ്റ്റ് നടത്തുന്നത്. പിന്നെ ആ ഒരു സീകളിൻ്റെ ആ ഒരു ഫാമിലി അവനെ വല്ലാതെ സപ്പോർട്ട് ചെയ്യുന്നുണ്ട്. അപ്പോൾ ആ ഒരു സപ്പോർട്ടും കൂടി ആയപ്പോഴേക്കും അവൻ്റെ ആ ഒരു ലക്ഷ്യസ്ഥാനത്തേക്ക് എത്തുന്നുണ്ട്. അങ്ങനെ ഹി ഹാഡ് മെയ്ഡ് ഹിസ് ഫസ്റ്റ് ഫ്ലൈറ്റ്. അവൻ്റെ ആ ഒരു ഫസ്റ്റ് ഫ്ലൈറ്റ് യാത്ര അവൻ കംപ്ലീറ്റ് ചെയ്യുന്നുണ്ട്. ഈ ഒരു ചാപ്റ്റർ നിങ്ങൾക്ക് തരാനുള്ള മെയിൻ കാരണം എന്താണ്? ഇതുപോലുള്ള പല ആഗ്രഹങ്ങളും സ്വപ്നങ്ങളും നിങ്ങളും വേണ്ടാന്ന് വെക്കുന്നുണ്ട്. ചിലപ്പം പേടി കാരണമായിരിക്കാം, നമ്മുടെ ആ ഫാമിലിയിൽ നിന്നുള്ള സപ്പോർട്ട് ഇല്ലാത്തത് കൊണ്ടായിരിക്കാം. അങ്ങനെയുള്ള കാരണങ്ങൾ കൊണ്ടൊക്കെ നിങ്ങളുടെ സ്വപ്നങ്ങൾ വേണ്ട എന്ന് വെക്കുന്നുണ്ടെങ്കിൽ അതിൻ്റെ നഷ്ടം പിന്നീട് നിങ്ങൾക്ക് മാത്രമായിരിക്കും. അപ്പോൾ നമ്മൾ ആദ്യം ചെയ്യേണ്ട ആ ഒരു കാര്യങ്ങൾ, അതായത് ബേസിക്കായിട്ട് നമ്മൾ തുടങ്ങുന്ന ആ ഒരു സമയത്ത് ചെയ്യേണ്ട കാര്യങ്ങൾ ചെയ്യാതെ കുറേ കഴിഞ്ഞിട്ട് എനിക്ക് അന്ന് അതായാൽ മതിയായിരുന്നു, നന്നായിട്ട് പഠിച്ചാൽ മതിയായിരുന്നു എന്നൊന്നും കരുതിയിട്ട് പിന്നീട് ഒരു കാര്യം ഉണ്ടായിരിക്കില്ല. അപ്പോൾ നിങ്ങളിപ്പോൾ +1 എത്തി, നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ട കോഴ്സ് സെലക്ട് ചെയ്തിട്ട് നിങ്ങളുടെ ആ ഒരു ലക്ഷ്യസ്ഥാനത്തേക്കുള്ള ആ ഒരു മാർഗ്ഗം നിങ്ങൾ ഇപ്പോൾ തന്നെ കണ്ടെത്തി വേണം നിങ്ങൾ പഠിച്ച് മുന്നോട്ട് ഉയരാനും. അപ്പോൾ നിങ്ങൾ ഇനി നല്ലൊരു ഭാവിയിലേക്ക് എത്തണമെന്നുണ്ടെങ്കിൽ ഇപ്പോൾ തന്നെ പരിശ്രമിക്കണം. അപ്പോൾ നിങ്ങൾ നല്ലൊരു ദിവസം ആശംസിക്കുന്നു. അപ്പോൾ ഇന്നത്തെ ഈ ഒരു ക്ലാസ്സിൽ എടുത്ത് താൽക്കാലികമായിട്ട് നിർത്തുകയാണ്. നമ്മുടെ ഈ ഒരു ക്ലാസ്സിൻ്റെ നോട്ട് നമ്മൾ അടുത്തൊരു വീഡിയോയിൽ ചെയ്യുന്നതാണ്. ഇന്നത്തെ ഈ ഒരു ക്ലാസ് നിങ്ങൾക്ക് എല്ലാവർക്കും യൂസ്ഫുൾ ആയെന്ന് കരുതുന്നു. വീഡിയോ ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യുക, അതുപോലെ നിങ്ങളുടെ ഫ്രണ്ട്സിനും റിലേറ്റീവ്സിനും ഒക്കെ ഒന്ന് ഷെയർ ചെയ്ത് കൊടുക്കുക. അതുപോലെ നിങ്ങളുടെ അഭിപ്രായങ്ങളും നിർദ്ദേശങ്ങളൊക്കെ കമൻറ്റ് ബോക്സിൽ രേഖപ്പെടുത്തുക. ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്യാതെ ആരെങ്കിലും നമ്മുടെ ചാനൽ കാണുന്നുണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക. തൊട്ടടുത്തുള്ള ബെല്ലൈക്കൺ എനേബിൾ ചെയ്യുന്ന സമയത്ത് ഓൾ എന്നൊരു ഓപ്ഷൻ കൂടെ കാണും, അതുകൂടെ ക്ലിക്ക് ചെയ്യുക. എങ്കിൽ മാത്രമേ ഞാനിടുന്ന പുതിയ വീഡിയോസൊക്കെ നിങ്ങൾക്ക് നോട്ടിഫിക്കേഷൻ ആയിട്ട് ലഭിക്കുകയുള്ളൂ. അപ്പോൾ മൈലേജ് വ്ലോഗിൻ്റെ പുതിയൊരു വീഡിയോയുമായി കാണുന്നതായിരിക്കും. ബൈ.